എല്ലാ ദിവസവും ഒരു നല്ല ദിവസമായ സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ആക്കാമെന്ന് വെച്ചു. വൃത്തിയാക്കാൻ തക്ക വൃത്തികേടായിട്ടില്ല, എന്നാലും തുറന്നതുകൊണ്ട് മാത്രമല്ല ഒന്ന് ക്ലീൻ ആക്കി വെക്കാം. അങ്ങനെ പഴകിയതും പുഴുകിയതുമായ വസ്തുവകകളൊക്കെ വേർതിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരമ്പരാഗതമായി കാത്തു സൂക്ഷിച്ചു വന്ന ഈ സീസണിങ്ങിന്റെ പാക്കറ്റ്സ് ഒക്കെ കാണുന്നത്. തള്ളവൈബായതിന്റെ ആവാം, കളയാൻ വയ്യ, ഉപയോഗിച്ചില്ലേലും എടുത്തു വെക്കും. ഇത് കണ്ടതോടെ ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന ദൗത്യം ഉപേക്ഷിച്ച് ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്നായി ചിന്ത. നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ഒന്നും നോക്കിയില്ല, പാക്കറ്റ്സും എടുത്ത് മനസ്സിലൊരു സീസൺ ഫ്രഞ്ച് ഫ്രൈസിനെ സ്വപ്നം കണ്ട് കിച്ചണിലെത്തി. ആദ്യം ഉരുളക്കിഴങ്ങ് നമ്മൾ പീൽ ചെയ്യണം, കഴുകി ഫ്രൈസിന് വേണ്ട ഷേപ്പിൽ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ വാഷ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുക. ഇവിടെ പാല് വരെ തിളപ്പിക്കുന്നത് കുക്കറിലാണ്. ഒരു സോസ് പാൻ ഇല്ലാത്തതിന്റെ വിഷമം കുക്കർ ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വേണം നമ്മൾ വേവിക്കാൻ. വേവുന്നത് വരെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി, പക്ഷെ ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി. ആസ് എ റിസൾട്ട് ഫ്രൈസ് ചമ്മന്തിയായി. ഫ്രൈസ് മോഹം ഉപേക്ഷിച്ച അടുത്ത പരീക്ഷണത്തിനായിട്ട് ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്ന ബ്രെഡ് എടുത്തിട്ട് വന്നു. വെന്ത പൊട്ടറ്റോസിലേക്ക് ഒറിഗാനോ സീസണിങ്ങും ചില്ലി ഫ്ലേക്സും പൊട്ടിച്ചിട്ടു. ദെൻ മാഷ് ചെയ്തു. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഈ ബ്രെഡിന്റെ സ്ലൈസ് നന്നായിട്ട് പൊടിച്ച് ഉരുളക്കിഴങ്ങിലിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതൊരു ബോളാക്കി പരത്തി പാനിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതിനൊരു പൊട്ടറ്റോ പാൻ കേക്ക് എന്നൊക്കെ വിളിക്കാം. ടേസ്റ്റ് ചെയ്യാൻ ഈ സാധനം എല്ലാവർക്കും കൊടുത്തപ്പം എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളതിൽ നമ്മൾ കുറച്ച് ഇമോജിസ് ട്രൈ ചെയ്ത്, പക്ഷേ ഷേപ്പ് കുറച്ച് തെറ്റിപ്പോയി. തിരിച്ചിട്ടപ്പോൾ അത് കരിഞ്ഞു പോയി. പക്ഷെ സാധനം 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടെ ബെസ്റ്റ് ആണ്. ഫ്രിഡ്ജിന് വേറൊരു ദിവസം ക്ലീൻ ചെയ്യും.